ഓട്ടുപാറ ജനതയിൽ ഗൃഹോപകരണങ്ങൾ ഓൺലൈൻ വിലയേക്കാൾ വലിയ കുറവിൽ. ഓട്ടുപാറ ജനതയിൽ നിങ്ങളുടെ പഴയ മിക്സി, ഗ്രൈൻഡർ, ഫാൻ, അയൺ ബോക്സ്, ഇൻഡക്ഷൻ കുക്കർ, ഒപ്പം പഴയ സ്റ്റീൽ, അലുമിനിയം, ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. 1399 രൂപയ്ക്ക് മിക്സികൾ, ഫാനുകളെല്ലാം വലിയ വിലക്കുറവിൽ. ഇൻഡക്ഷൻ കുക്കർ 1199 രൂപ. 3 ബർണർ ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ 1999 രൂപ മുതൽ ആണ്. ഈ സൗജന്യങ്ങൾ ഓട്ടുപാറ ജനതയിൽ മാത്രം. ജനത ഓട്ടുപാറ. ഫോൺ 9526267779. ആഗോള അയ്യപ്പ സംഗമത്തോട് സഹകരിക്കാൻ യഥാർത്ഥ ഭക്തർക്ക് കഴിയൂ എന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്രയേറെ ഭക്തർ ഒത്തുകൂടിയതിൽ സന്തോഷമുണ്ടെന്നും മാറി നിൽക്കുന്ന ഭക്തി ഒരു പരിവേഷമായി അണിയുന്നവർക്ക് അജണ്ടയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജാതിമത വേർതിരിവുകളില്ലാത്ത മതാതീയ ആത്മീയതയെ ഉദ്ഘോഷിക്കുന്ന ക്ഷേത്രമാണ് ശബരിമല. വാവരെ തൊഴുന്ന അർത്തുങ്കൽ പള്ളിയിൽ കൂടി പോകുന്ന ഭക്തരാണ് ഇവിടെ വരുന്നത്. ശബരിമല പോലെ സർവധർമ്മ സമഭാവനയുടെ പ്രതീകമായ എത്ര ദേവാലയങ്ങളുണ്ട് ലോകത്തിൽ വേറെയുള്ളതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ വിഷമമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭഗവത്ഗീതയുടെ ഭക്തസങ്കല്പത്തിന് നിരക്കുന്ന അയ്യപ്പ സംഗമമാണിത്. ഒന്നിനെയും ദ്വേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനാണ് ഭക്തനെന്ന് ഗീതയുടെ 12-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. കല്ലും മുള്ളും താണ്ടിയെത്തുന്ന ഭക്തർ കാണുന്നത് തത്വമസി എന്ന ഉപനിഷത്ത് ധ്വചനമാണ്. അന്യരില്ലെന്നും അപരത്വത്തിലേക്ക് കൂടി ഞാൻ എന്നത് ചേർക്കണമെന്നുമുള്ള സന്ദേശമാണിത്. ഇതാണ് ശബരിമലയുടെ സന്ദേശമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ തീർത്ഥാടന ഭൂപടത്തിൽ ശബരിമലയുടെ സ്ഥാനം കൂടുതൽ നന്നായി അടയാളപ്പെടുത്താൻ ശബരിമലയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ലോകമെമ്പാടും അയ്യപ്പ ഭക്തരുണ്ട്. നൂതന ഗതാഗത സൗകര്യങ്ങളും രജിസ്ട്രേഷനായി പോർട്ടൽ സൗകര്യങ്ങളും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ശബരി റെയിലിനായും പാതി പണം നൽകാൻ സന്നദ്ധരാണ്. ന്യൂനപക്ഷ സംഗമം എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. ദേവസ്വം ബോർഡിനെതിരായും നിരവധി പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. വിശ്വാസികളുടെ കയ്യിലായിരുന്നല്ലോ മുൻപ് ക്ഷേത്രങ്ങൾ. അവ ആരും നോക്കാനില്ലാതെ ജീർണിച്ചു തുടങ്ങിയപ്പോഴാണ് ദേവസ്വം ബോർഡ് നിലവിൽ വരുന്നത്. ക്ഷേത്ര ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ലഭിച്ചത് ജീർണത മാറിയത് ബോർഡ് കാരണമാണ്. ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് സർക്കാർ ഒരു പൈസ പോലും എടുക്കുന്നില്ല. മാത്രമല്ല ബോർഡിന് സർക്കാർ പണം അനുവദിക്കുന്നുമുണ്ട്. ദുഷ്ടലോക്കോടെ ചില വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.